അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. അറിയാവുന്ന ആളെന്നുള്ള കാവ്യയെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. പേര് പറയണ്ട, പിന്നെ പേര് പറഞ്ഞു, സോറി കേട്ടാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നടിയെ ആക്രമിച്ച കേസിൽ സംസാരിക്കാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളോട് ഉണ്ടായിരുന്നു. അതിൽ ഈ ദിലീപിന്റെ വീടിന്റെ മുകളിലൂടെ ഡ്രോൺ പറത്തിയിട്ട് അവരുടെ പ്രൈവസി പോലും നഷ്ടപ്പെടുത്തി കുട്ടികളുടെ പോലും വീഡിയോ അവരെ ഷൂട്ട് ചെയ്ത് ഇത്തരത്തിൽ പകർത്തിയേക്കുന്ന ആ ഒരു കാര്യം മീഡിയാസിനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ദിലീപിന്റെ സഹോദരി കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, മീഡിയാസിന് കിട്ടേണ്ടത് തന്നെ. കാര്യം മീഡിയാസ് കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ദിലീപിനെ വിട്ടയച്ച മാനദണ്ഡങ്ങൾ തനിക്കും ബാധകം. ഹൈക്കോടതിയെ സമീപിച്ച് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ. ഇപ്പോൾ മാർട്ടിൻ ഇങ്ങനൊരു മൂവ് നടത്തിയേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർട്ടിൻ മുമ്പും ഇത്തരത്തിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ട്. ഓക്കെ, അത് മാർട്ടിന്റെ മുമ്പത്തെ ആ ഒരു വീഡിയോനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു. നല്ല കോൺസ്പിറസി അതിന്റെ പിന്നിലുണ്ട്. ആൻഡ് ഈ നടി തന്നെ പിന്നീട് വന്ന് പറഞ്ഞു, ഈ നടിയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ മാർട്ടിൻ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതിജീവിതം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ചത്തുപോയാൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുകയാണ്. കാര്യം ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ മാർട്ടിനെ വെച്ചുകൊണ്ട് കളിച്ചേക്കുന്ന മറ്റൊരാൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ദിലീപിനെ വിട്ടയച്ച മാനദണ്ഡങ്ങൾ തനിക്കും ബാധകമെന്ന് പറയുമ്പോൾ, ദിലീപ് നിരപരാധിയാണെങ്കിൽ ഞാനും നിരപരാധിയാണ് എന്നൊരു സാധനമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കളികൾ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് വീണ്ടും ഇങ്ങനെ കളികൾ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊന്നും മനസ്സിലാവണില്ല. എന്നാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നടിയുടെ സഹോദരൻ തന്നെയാണ് ദിലീപിന്റെ പങ്കിനെ പറ്റി ആദ്യം വെളിപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ദിലീപ് നടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും ചൊൽപ്പടിക്ക് നിർത്താനാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചതെന്നും പരാമർശമുണ്ട്. കുറ്റപത്രവും സാക്ഷിമൊഴികളും മാധ്യമങ്ങൾ പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. 18 പേജുള്ള കുറ്റപത്രത്തിലും ഒപ്പമുള്ള പ്രത്യേക റിപ്പോർട്ടിലുമാണ് കേസിലെ ദിലീപിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരൻ തന്നെയാണ് ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പോലീസിനോട് ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. ജയിലിൽ നിന്ന് സുനിൽകുമാർ ദിലീപിനെ അയച്ച കത്തുകൂടി പുറത്തു വന്നതോടെ ഗൂഢാലോചന സംശയം കൂടുതൽ ബലപ്പെട്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ദിലീപിന് നടിയോട് ദീർഘകാലമായുള്ള പക കുറ്റപത്രത്തിൽ അക്കമിട്ട് നിരത്തുന്നു. 2013 അമ്മ താര റിഹേഴ്സലിനിടെ ദിലീപ് തന്നെ ഈ നടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആക്രമിക്കപ്പെട്ട നടി ചിലരോട് പറഞ്ഞു നടന്നതിന്റെ പേരിലായിരുന്നു ഇത്. നടൻ സിദ്ദിഖും സംഭവത്തിൽ ദൃക്സാക്ഷിയാണ്. സിദ്ദിഖും നടിയെ വിളിച്ച് താക്കീത് ചെയ്തിരുന്നു. ഈ നടിയോടുള്ള പക കൊണ്ടു നടന്ന ദിലീപ് അവരെ എക്കാലവും തന്നെ ചൊൽപ്പടിക്ക് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗ്ന വീഡിയോ ചിത്രീകരിക്കാൻ കൊട്ടേഷൻ കൊടുത്തതെന്നും കുറ്റപത്രത്തിലുണ്ട്. മാനഹാനി ഭയന്ന് യുവനടി ഇക്കാര്യം ആരോടും പറയില്ലെന്നായിരുന്നു ദിലീപും കൂട്ടുപ്രതികളും കരുതിയത്. ഇതിനിടെ കുറ്റപത്രവും സാക്ഷിമൊഴികളും പുറത്തുവിടുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് അടുത്ത ദിവസം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും. സിനിമാ രംഗത്ത് നിന്നുള്ള ചില പ്രധാന സാക്ഷികൾ തന്നെ ഇക്കാര്യത്തിലുള്ള ആശങ്ക പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷന് ഇത് ബുദ്ധിമുട്ടുണ്ടാകും എന്നാരോപിച്ചാണ് പോലീസിന്റെ നീക്കം. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതിനകത്ത് ഈ കുറ്റപത്രത്തിലെ കാര്യങ്ങളും സാക്ഷികളുടെ മൊഴികളും പുറത്തോട്ട് മീഡിയാസ് വിടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് 2 ടീമായിട്ട് 2 ചേരി തിരിഞ്ഞുകൊണ്ട് ഒന്ന് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദിലീപ് കുറ്റവാളിയാണെന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് രക്ഷിക്കാനുള്ള ടീമായിരിക്കാം, അല്ലെങ്കിൽ പെടുത്താനുള്ള ടീമായിരിക്കാം ഇത്തരത്തിൽ പുറത്തോട്ട് ഈ മൊഴികളൊന്നും വരരുത്, കുറ്റപത്രത്തിൽ കാര്യങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് കളിച്ചിരിക്കുന്നത്. ഇനി അത് സിദ്ദിഖ് ഈ നടീനെ ഇത്തരത്തിൽ പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്നുള്ള സാധനങ്ങൾ നമ്മൾ മുമ്പ് ഓൾറെഡി നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി ഇതിനകത്ത് ഈ കേസിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്ന കാവ്യ മാധവൻ, ദിലീപ്, ഇവർക്കിടയിലുള്ള ആ ഒരു ബന്ധമാണല്ലോ ഇതിന്റെ ഒരു കോർ എലമെന്റ്, വൈരാഗ്യം തോന്നാനൊക്കെ ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ ദിലീപിനെതിരെ വന്നിരിക്കുന്ന ഓരോ ആരോപണങ്ങളും, അല്ലെങ്കിൽ ഈ സാക്ഷി മൊഴികളിൽ ആളുകൾ പറഞ്ഞത് മാറ്റി പറയും, ഇതൊക്കെ തന്നെയാണ് ഈ കേസിൽ ദിലീപിലോട്ട് തെളിവുകൾ ഇല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറാനൊക്കെയുള്ള കാരണമായിട്ടുള്ളത്. ഇനി ന്യൂസ് 18 വന്നേക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും, അതിപ്പോൾ റിമി ടോമി, ഭാമ, സിദ്ദിഖ്, മുകേഷ്, ബിന്ദു പണിക്കർ, കൽപ്പന, അങ്ങനെ തുടങ്ങിയ നിരവധി ആളുണ്ടായിരുന്നു. ഇവരാരും ഈ പറഞ്ഞ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായ മൊഴി കോടതിക്ക് മുന്നിൽ പറഞ്ഞതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം സ്വഭാവത്തെ കുറച്ചു കൊണ്ടുവന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സാക്ഷിമൊഴികൾ പൂർണ്ണമായും ദിലീപിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ദിലീപിനെതിരെ പറഞ്ഞിരുന്ന ആളുകൾ അവരാരും ഈ ഷോയുടെ ഭാഗമായി പങ്കെടുക്കാതിരുന്നത് തന്നെ കോടതിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് തടസ്സമായി എന്നുള്ളത് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണും. നമുക്കറിയാം, എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുറത്തുണ്ടായാലും, ഇത് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ വലിയ വാർത്തകളും മറ്റും വന്നാലും, പുറത്ത് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും തെളിവുകൾ വളരെ കൃത്യമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാതെ, സാക്ഷിമൊഴികൾ ഇല്ലാതെ, ഈ സംഭവവികാസങ്ങൾ നടന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതെ കോടതിക്ക് അതൊരിക്കലും ബോധ്യപ്പെടും. ഈ മൊഴികൾ മാറ്റി പറഞ്ഞതിൽ ഭാമയുടെ ഒരു കേസ് ഭാഗ്യലക്ഷ്മി പിന്നീട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഭാമ ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് ഇയാൾ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ദിലീപിന്റെ പേര് പറയാതെ പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെയാണ് ചെയ്തത്, എന്നാൽ മൊഴി മാറ്റി പറയേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം ഭാമ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞ കാര്യം ഭാഗ്യലക്ഷ്മി മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനി ഇതിനകത്ത് റിമി ടോമിയുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് റിമി ടോമി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവരുടെ ഈ ഒരു ബന്ധത്തെ പറ്റിയിട്ട് ഇൻഡസ്ട്രിയിൽ പല ആളുകൾക്കും അറിയാം, അതിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊന്നും ദേഷ്യം തോന്നിയിട്ടില്ല? ഇപ്പം മീൻസ് ഇങ്ങനെ ഫ്രെയിം ചെയ്തേക്കുന്ന ഒരു സാധനം അങ്ങനെയാണല്ലോ. ഇപ്പം ദിലീപ് കുറ്റവിമുക്തനാണെന്നുള്ളത് കോടതിയും തെളിയിച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഇതിനകത്തിലെ ഈ ഒരു ഗൂഢാലോചന നടത്തിയത് ആരെ എന്നുള്ള ഒരു ഉത്തരം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടേണ്ടുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഈ എന്തുകൊണ്ട് റിമി ടോമിയുടെ അടുത്ത് അങ്ങനെ ദേഷ്യം തോന്നാനാണെങ്കിൽ എന്തുകൊണ്ട് റിമി ടോമിയുടെ അടുത്ത് ഈ ഒരു ദേഷ്യം തോന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മുമ്പ് ഉന്നയിച്ചിരുന്നു. കാര്യം ആ ഒരു ദിവസം അല്ലെങ്കിൽ ഇവര് കാവ്യമാധവനും ദിലീപും ബാത്റൂമിലോട്ട് കയറി പോകുന്ന ആ ഒരു ടൈമിൽ റിമി ടോമി ഉണ്ടായിരുന്നു, ആ ഒരു നടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പം രണ്ട് കൂട്ടരടുത്തും ദേഷ്യം തോന്നേണ്ടെന്നൊരു സാധനം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്ന് റിമി ടോമിയായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിനകത്തോടെ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുമ്പ് പല പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, പല ആംഗിളിൽ നിന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി റിമി ടോമിയുടെ ആ ഒരു സൈഡിലോട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നോക്കുന്നത്. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗായിക റിമി ടോമിയുടെ രഹസ്യമൊഴി കോതമംഗലം കോടതിയിൽ രേഖപ്പെടുത്തി. കേസിലെ പ്രതിയും റിമിയുടെ സുഹൃത്തുമായ നടൻ ദിലീപിനൊപ്പമുള്ള വിദേശ ട്രിപ്പുകളെ കുറിച്ചാണ് മൊഴി നൽകിയതെന്ന് റിമി പറഞ്ഞു. റിമി ടോമി കേസിന്റെ വിചാരണയിൽ ദിലീപിനെതിരെയുള്ള പ്രോസിക്യൂഷൻ സാക്ഷിയാകും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിനുള്ള പങ്കിനെക്കുറിച്ച് തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗായിക റിമി ടോമിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കോതമംഗലം കോടതിയിൽ മജിസ്ട്രേറ്റ് സുഗിത ചെറുക്കലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് റിമി ടോമി. ദിലീപിനെതിരെ റിമി ടോമിയിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നേരത്തെ റിമി ടോമിയെ ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം ദിലീപിനും സംഘത്തിനുമൊപ്പം റിമി അമേരിക്കൻ ട്രിപ്പ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് റിമിയിൽ നിന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. രഹസ്യമൊഴി ദിലീപും ഒന്നിച്ചുള്ള ട്രിപ്പുകളെക്കുറിച്ചായിരുന്നുവെന്ന് കോടതിയിൽ നിന്നും മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് റിമി സൂചിപ്പിച്ചു. ഭർത്താവ് റോയ്സ്, സഹോദരൻ റിങ്കു എന്നിവർക്കൊപ്പമാണ് റിമി കോടതിയിലെത്തിയത്. അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു. 3/4 മണിക്കൂറിനകം റിമി മടങ്ങുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നും റിമിയെ രക്ഷപ്പെടുത്താൻ ഒപ്പമുണ്ടായിരുന്നവർ ഏറെ പാടുപെട്ടു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ റിമിക്ക് പങ്കുണ്ടെന്നുവരെ നേരത്തെ പ്രചാരണമുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തേക്കുമെന്നും അഭ്യൂഹമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം റിമിക്ക് പോലീസ് ക്ലീൻ ചീറ്റ് നൽകാതിരുന്നതും സംശയത്തിനിടയാക്കി. കേസിന്റെ കുറ്റപത്രത്തിൽ ദിലീപിനെതിരെയുള്ള സാക്ഷിയായി റിമിയെ പ്രോസിക്യൂഷൻ ഉൾപ്പെടുത്തിയേക്കും. വിചാരണ വേളയിൽ മൊഴി മാറ്റുന്നത് തടയുന്നതിനാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പോലീസ് രഹസ്യനിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. റിമിയുടെ കാര്യത്തിലും പോലീസ് ഈ നീക്കം നടത്തിയതായും സൂചനയുണ്ട്. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് റിമിയുടെ മൊഴി എടുത്തിരിക്കുന്നത്. റിമിയുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് വനിതാ മജിസ്ട്രേറ്റിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയത് എന്നാണ് സൂചന. കേസിലാകെ 25 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കം ചിലരുടെ മൊഴി കൂടി മാത്രമേ ഇനി രേഖപ്പെടുത്തേണ്ടതുള്ളൂ. KCV ന്യൂസ്, കോതമംഗലം. ഇതിൽ അതിജീവിതയുടെ മൊഴിയിൽ ഇത്തരത്തില് കാവ്യമാധവനും ദിലീപും ആ ഒരു ബാത്റൂമിലോട്ട് കയറി പോയിക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് പറഞ്ഞ ആ ഒരു ടൈമിൽ ആ ഒരു കാര്യം പോലും കോടതിയിൽ ആ ഒരു വാദം പൊളിഞ്ഞു പോയിരുന്നു. അതിന് കാരണം എന്താണ്? ഒപ്പം ഉണ്ടായിരുന്ന സാക്ഷിമൊഴി ഉണ്ടായിരുന്ന ഈ റിമി ടോമിയുടെ മൊഴി അല്ലെങ്കിൽ റിമി ടോമി ആ ഒരു മൊഴി മാറ്റി പറഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രശ്നമായത്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നതിന് ഒരു 2 വർഷം മുന്നേ വരെ ഈ ഒരു വ്യക്തിയായിട്ട്, ഈ ഒരു അതിജീവിതയായിട്ട് റിമി ടോമി നല്ലൊരു സുഹൃത്തായിരുന്നു. പക്ഷേ ഈ ഒരു അതിജീവിതയായിട്ട് ഈ ഒരു അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആ ഒരു ടൈമിലും നല്ലൊരു സുഹൃത്തായിരുന്നില്ല. ഇവർ തെറ്റിപ്പിരിക്കുകയോ അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും കണ്ട കാര്യം കണ്ടതുപോലെ പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഈ ഒരു കേസിനകത്ത് യഥാർത്ഥ പ്രതി ആര് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയത് ആര് എന്നൊരു ഉത്തരത്തിലോട്ട് നമ്മൾ ഒരു പക്ഷേ നയിച്ചേനെ. എന്താണെങ്കിലും അന്ന് ഈ ഇത്തരത്തില് റിമി ടോമിക്ക് ദിലീപുമായിട്ട് ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സീനിന്റെ പറ്റിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് റിമി ടോമി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഗായിക റിമി ടോമി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മനോരമ ന്യൂസിൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് റിമി ടോമിയെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകളുണ്ടായിരുന്നു. റിമി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞോ റിമിയുടെ അടുത്തുനിന്ന്? അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനൊക്കെ അത്രയധികം വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കൊരു സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോൾ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ. റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നത്. 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സുഹൃത്തുക്കൾ, എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ. ഇനി സുഹൃത്തുക്കളാന്ന് പറഞ്ഞ സ്ഥാനത്തോട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് റിമി ടോമി അവിടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് മൊഴി മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്.
ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആ ഒരു ടൈമിൽ ദിലീപിന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക ഒരു ബിനാമി പേരിൽ മറ്റൊരു യുവനടിയിലോട്ട് പോയേക്കുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു യുവനടി ആര്, എന്തുകൊണ്ട് അതിലോട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ പോയില്ല, എന്തിനാണ് ഇത്രയും വലിയൊരു തുക ആ ഒരു യുവനടിക്ക് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റിൽ ഇങ്ങനെ ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളുടെ ഈ ഒരു മീഡിയാസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മീഡിയക്കെതിരെ പറഞ്ഞു. കാര്യം റിമി ടോമിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ, ബാക്കിയും കൂടെ കേൾക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെ ഒരു പൈസ പോലും ഞാനൊരു അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസ്, അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്, പക്ഷേ റീമിയുടെ പേര് റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്ര നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നു പോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും, നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്, ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില്? നിങ്ങളായിട്ട് എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു, അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഞാൻ ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു, ഞാൻ എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം, പിന്നെ സാമ്പത്തിക ഇടപാടിന് ഒരു പ്രശ്നമേ ഇല്ല, അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻപിട്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ തന്നെ പറയാം, അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയത്തിനോ അനിയന്റെയോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. ഇത് പുറത്തുവരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവർ ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല. യാതൊരു വിധ, അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. അതിന് മുൻപേ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഒരുപക്ഷെ ദിലീപിനെ കാവ്യ കൂടുതലായി ടെലിഫോണിൽ റിമി ബന്ധപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. മനോരമ ന്യൂസിലാണ് ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ, പേര് പറയണ്ട, പിന്നെ പേര് പറഞ്ഞു, സോറി ഏട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചുകൊണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെപ്പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു, 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ശത്രുതയാണ് ഇരയായ കുട്ടിയോട് തന്നെ ചോദിക്കാം. എന്തായാലും പോലീസിനോട് റിമി പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില പൊരുത്തക്കേടുകൾ, ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പോലീസിന് ഒരു സംശയമുണ്ട്. പുറത്തുവരുന്ന വാർത്തകൾ മാത്രമാണ് കേട്ടോ. ഒരുപക്ഷെ പോലീസ് വാർത്തകൾ കേട്ടെന്ന് പറയാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് അറിയിച്ചു. നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മളെ പറ്റി എത്ര പുറത്ത് ഇങ്ങനെ വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളാണ് വീട്ടിലുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം വരില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ ആകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ കേൾക്കുന്ന ഒരു ന്യൂസിൽ നമുക്ക് എന്തോ ഒരു വിഷമം വരും. ഇപ്പോൾ നൽകുന്ന വാർത്ത ഒരു റിമിയുടെ വിവരങ്ങൾ ആരാഞ്ഞു, പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു, ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട എന്നുള്ളത് മാത്രമാണ്. അത് സത്യമല്ല, റിമി തന്നെ സംബന്ധിച്ചില്ല. അത് ഫോണിൽ ഈ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അത് കുറച്ച് കാര്യങ്ങൾ, സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഇത് മാത്രം ചോദിച്ചു. ഞാനിപ്പോൾ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റീമി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ന്യൂസിൽ വന്നേക്കുന്നത്, റീമി അവരോട് പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ലാന്ന് റീമിക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. ഇവർ ഓരോന്ന് സങ്കല്പിച്ചിടുവാണ്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്തായാലും പോലീസ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഒരുപക്ഷെ ഇനിയും ചില കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. ഇതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര എന്തിനാ മാഡം ഒക്കെ പറഞ്ഞ ആക്കിയാണ്, എനിക്ക് വലം കൈ ആക്കുന്നു, വിദേശത്ത് ഷോയ്ക്ക് പോകരുതെന്നും എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ വരെ ഞാൻ കാണുക, വിദേശത്ത് ഷോയ്ക്ക് പോകരുത് അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ല ഇത്. അപ്പോൾ പിന്നെ അവരെങ്ങനെ ഇങ്ങനത്തെ ബന്ധമില്ലാത്ത ന്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ലൈവിൽ വരാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും റിമി, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ ഇപ്പോൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് റിമി എന്ന് പറയണം, ചിലത് സംസാരിക്കാണ്ട് ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വരില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഇത് അങ്ങനെ വരാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ.
ശരി റിമി, എന്തായാലും റിമിയെ സംബന്ധിച്ച് റിമി ഇപ്പോൾ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരാളാണ് റിമി. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത റിമിയുടെ ഒരു വിശദീകരണം കേൾക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് റിമിയെ വിളിച്ചത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് വാർത്ത അറിഞ്ഞിട്ട് ദേവിയുടെ ഒന്നും കൂടെ ഞാൻ പറയുന്ന സാമ്പത്തിക ഇടപാട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ പറയുക, വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതാവിനും അതിന്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രൂരമായ കാര്യത്തിന് കൂട്ടി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് സാമ്പത്തിക ഇടപാട് 5 പൈസ അത്ര തന്നെ ഞാൻ പറയാം. ഞാനും ദിലീപും കാവ്യ ഒരു ബിസിനസ് പാർട്ണർഷിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നോട് വിദേശത്ത് ഒരു പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ എന്തൊക്കെയാ ചോദിച്ചത്? ഓക്കെ, സംഭവം നടന്ന ശേഷം കാവ്യനെ വിളിച്ചു. അതിപ്പോ ഏത് സുഹൃത്തുക്കളും ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കില്ല, പറയില്ല നമ്മൾ കാര്യങ്ങൾ. ജസ്റ്റ് ചോദിച്ചു, അത് ദിലീപിനെ അന്ന് വിളിച്ചിട്ടുമില്ല. ശരി റിമി, എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് ടെലിഫോണിൽ ചേർന്നതിന് നന്ദി. തെറ്റായിട്ടുള്ളൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക, കുറച്ചുകൂടെ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചെന്നും വന്നേക്കാം. ഇതിൽ എന്താണെങ്കിലും ഇത്തരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യലി ഉള്ള ബന്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ദിലീപിനെ ഫേവർ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം സുഹൃത്തായിരിക്കാം, എന്താണെങ്കിലും ഒരു കണ്ട കാര്യം കണ്ടതുപോലെ പറയാന്നുള്ളത് ചെയ്യേണ്ടുന്നൊരു കാര്യം തന്നെയായിരുന്നു. എത്രയാണെങ്കിലും അതും ആ അതിജീവിതയും ഒരു സ്ത്രീ തന്നെയാണ്. അപ്പം ഈ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ സഹായകരമായേനെ. ഇപ്പൊ ദിലീപ് കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ തെളിയിക്കപ്പെടുമല്ലോ. അത് തന്നെയാണ് ഇപ്പം ഇത്തരത്തിലുള്ള തെളിവുകളുടെ അഭാവത്തിൽ അങ്ങനെ ഒരു കാര്യം അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അവിടെ കോടതിയിൽ പറയേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി ഇതിനു മുമ്പേ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു അതിജീവിതയെ പറ്റിയിട്ടും കാവ്യ മാധവനെ പറ്റിയിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്ന് ഈ ഒരു കൈരളി TV-യിൽ JB ജംഗ്ഷനിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതൊന്ന് നോക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണോ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് ഇല്ലാതെ പോകുന്നു? പിന്നെ ചില സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് അസ്തമിച്ചിട്ട് പോയിട്ടുണ്ട്. കൂടെ നടത്ത ചിലപ്പോൾ നല്ല സൗഹൃദമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതോ സിനിമ എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ സൗഹൃദം ഒരുപക്ഷെ അത്ര തീഷ്ണമായ സൗഹൃദങ്ങൾ പിന്നീട് അല്പം കുറഞ്ഞു പോകുമ്പോൾ ഒരു മനസ്സിൽ വിഷമമുണ്ടോ? അതിജീവിതയെ ആക്രമിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ ബീപ്പ് സൗണ്ട് ഇട്ടേക്കുന്ന ഈ നടിയുടെ പേര് പറയുന്ന ഭാഗത്താണ്. അപ്പം ആ ഒരു നടിയുടെ അടുത്ത് മുൻപ് ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പിന്നീട് ചില കാരണങ്ങളാൽ ഇത്തരത്തിൽ ആ ഒരു സൗഹൃദം പിന്നീട് മുന്നോട്ട് നല്ല രീതിയിൽ പോയില്ല എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ വ്യക്തി തന്നെ കാവ്യമാധവനുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സൗഹൃദത്തെ പറ്റിയിട്ട് പറയുന്ന കാര്യത്തോട് നമുക്ക് കേൾക്കാം. ഇപ്പൊ കാവ്യമാധവനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ. ഇതേ കാവ്യമാധവനെ പറ്റിയിട്ടാണ് കാവ്യമാധവന്റെ മുൻ അമ്മായിയമ്മ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കാവ്യമാധവനെ കുറിച്ചിട്ട് കാവ്യമാധവന്റെ അമ്മായിയമ്മ പറഞ്ഞത്. എന്നാൽ ഇതേ കാവ്യമാധവൻ തന്നെ മറ്റേ ബെസ്റ്റി ടൈപ്പ് ഓഫ് സംഭവമായിരുന്നു ദിലീപ്. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നല്ലോ. കാര്യം ഞാൻ എൻ്റെ ചേച്ചീനെ പോലെയാണ് മഞ്ജു വാര്യറിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിലൊക്കെ കാവ്യമാധവൻ നല്ലൊരു സുഹൃത്തായി മാറുകയും ഈ നടിയെ നല്ലൊരു സുഹൃത്തല്ലായതായി മാറിയതിൻ്റെ കാരണങ്ങൾ പലതുമായിരിക്കാം. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും, എത്ര പിണക്കമാണെങ്കിലും, എത്ര ഇതാണെങ്കിലും അവരും ഒരു സ്ത്രീ തന്നെയാണെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് കണ്ട കാര്യം കണ്ടതുപോലെ കോടതിയിൽ പോയി പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് ഇത്തരത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ചായ്വ് ദിലീപിൻ്റെ അടുത്ത് ഇത്തരത്തിൽ റിമി ടോമിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ ഈ മൊഴി മാറ്റി പറഞ്ഞേക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ ഇതേ ചായ്വുകൾക്ക് ഉണ്ടായിരിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാവാം. അതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു, ദിലീപിലോട്ട് ഈ ഒരു കേസ് ഫ്രെയിം ചെയ്ത് വന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം 4 സൈഡിൽ നിന്നും ഇയാൾ തന്നെ പ്രതിയാവണം എന്നൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആര് ഈ ഒരു ഗൂഢാലോചന ചെയ്തു അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ചരട് വലിച്ചത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കോടതിയിൽ പോലും ദിലീപ് കുറ്റവിമുക്തനാണെന്നുള്ള കാര്യം തന്നെയാണ് തെളിയിക്കപ്പെട്ടേക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ റിമി ടോമിയെ പോലുള്ള ആളുകളാണെങ്കിലും
അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ മൊഴി മാറ്റി പറയുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണോ അയാളിലോട്ട് വഴിവെക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചേനെ. എന്താണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.